ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. 2025 നടക്കാനിരിക്കുന്ന HSA നാച്ചുറൽ സയൻസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടെ തീർച്ചയായും പ്രതീക്ഷിക്കാം. HSA നാച്ചുറൽ സയൻസിന്റെ ലോങ് ടേം കോഴ്സ് സെൻസോവില് സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ കോഴ്സ് മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. അതായത് റെക്കോർഡഡ് ലെക്ചർ, സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ്. സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ് എന്ന് പറയുമ്പോൾ it includes comprehensive collection of study materials covering all the topics in the syllabus of our exam, including detailed descriptive notes and with the MCQs. പിന്നെ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്. പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പഠിച്ച കാര്യങ്ങളെ ഓർമ്മിച്ച് ബൈഹാർട്ട് ആക്കുന്നതിനേക്ക് വേണ്ടിയുള്ള ടെസ്റ്റുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. പിന്നെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ്. പിന്നെ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പല HSA നാച്ചുറൽ സയൻസ് എക്സാംസിന് സെൻസോബിലെ സ്റ്റുഡൻസിന് ഉയർന്ന റാങ്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ HSA നാച്ചുറൽ സയൻസിന്റെ സെൻസോബ് റാങ്ക് ഹോൾഡേഴ്സ് ഇതാണ്. മറ്റു ചിലരുടെ ഫോട്ടോസ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ മറ്റ് ജില്ലകളിലും സെൻസോബിലെ സ്റ്റുഡൻസിന് ഉയർന്ന റാങ്കുകൾ ലഭിച്ചു. ഞാൻ പറഞ്ഞല്ലോ, മറ്റു ജില്ലകളുടെ ഫോട്ടോ പോയിട്ടുണ്ട്. ഇതില് പല റാങ്ക് ഹോൾഡേഴ്സും ലോങ് ടേം കോഴ്സിൽ തന്നെ ചേർന്ന് പഠിച്ചവരാണ്. വളരെ വാസ്റ്റ് സിലബസ് ആണ്. സുവോളജി ആൻഡ് ബോട്ടണി ഡീറ്റെയിൽഡായി മലയാളത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ ലോങ് ടേം കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ എക്സാമിന് 2022 ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യൻ ഇതാണ്, ഇംഗ്ലീഷിലാണ്, ജനറലാണ്. നമ്മളിപ്പോൾ സബ്ജക്റ്റിൽ ചില ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റിവൈറൽ ഘടകമാണ് വിറിയോൺ ഇന്റർഫെറോൺ ആന്റിവൈറൽ ആന്റിജൻ. ഇതിൽ ഇന്റർഫെറോൺ ആണല്ലോ. ഇപ്പോൾ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന, അതായത് വൈറസ് ബാധിച്ച കോശങ്ങൾ സ്രവിക്കുന്ന ഗ്ലൈക്കോപ്രോട്ടീനാണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ മാംസ്യമാണ് ഇന്റർഫെറോൺ. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആണ്. ഇത് ഒരു തരം സൈറ്റോകൈനാണ്. സൈറ്റോകൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രീക്കിൽ എൻ്റെ അർത്ഥം തന്നെ എന്താണ്? സൈറ്റോ, സെൽ, കൈനോസ്, മൂവ്മെന്റ്. ഇപ്പൊ ഒരു സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ആ സാധനം അതിൽ തന്നെ ഇരിക്കുകയല്ല, എന്താ, അത് പുറത്തു വരും. അത് ഞാൻ ഇന്റർഫെറോണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 കാര്യം പറയും, അന്നേരം അത് ക്ലിയർ ആകും. അപ്പോൾ സൈറ്റോകൈൻസ് ഏതെല്ലാം രീതിയിലുണ്ട്? അപ്പോൾ ഇന്റർഫെറോൺ ഒരിനം, മറ്റൊരിനമാണ് ഇന്റർലൂക്കിനുണ്ട്, ലിംഫോകൈനുണ്ട്, മോണോകൈൻ, ഹീമോകൈൻ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇത് ഇനി എക്സാമിന് ഇതായിരിക്കും. ഇതിലേതെങ്കിലും ചിലപ്പോൾ ചോദിക്കാം. ഇന്റർലൂക്കിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നമുക്ക് HSA ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കുക. അപ്പൊ ഇതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് വേണ്ട. പക്ഷെ വാട്ട് ഇറ്റ് ഈസ് നമ്മൾ മനസ്സിലാക്കി ഇതെല്ലാം. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ചില പോർഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അതുപോലെ വൈറസ് ഇവിടെ നോക്കാം. വൈറസ് ബാധിച്ച കോശങ്ങൾ സ്രവിക്കുന്ന ഇന്റർഫെറോണുകൾ വൈറസ് ബാധിക്കാത്ത കോശങ്ങളെ വൈറസ് അണുബാധയിൽ നിന്ന് സംരക്ഷിക്കും. ഇപ്പോൾ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ദാറ്റ് മേ ഡൈ, അത് ഇപ്പോൾ ഡൈ ആണ്. പക്ഷേ അഡ്ജസൻറ്റ് സെൽസിന് ഇൻഫർമേഷൻ കൊടുക്കും. ഇതാ വൈറസ് വരികയാണ്, ബി റെഡി ടു ഫേസ് ഇറ്റ്. ആ സെൽസ് അതിനനുസരിച്ച് ചെറുക്കാനുള്ള മെക്കാനിസം ഡെവലപ്പ് ചെയ്യും. മനസ്സിലായി? കാരണം ആ സെല്ല് തന്നെ അത് പിന്നെ ഡൈ ചെയ്ത സെല്ല് സെക്രീറ്റ് ചെയ്തു, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് പ്ലേസ് ഇറ്റ് ഇൻസൈഡ് ദാറ്റ് ഡെത്ത് സെൽ. പക്ഷെ അത് ദാറ്റ് വിൽ കം ഔട്ട് സൈഡ്. അതാണ് സൈറ്റോകൈൻ ആണ്. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ: ചക്കച്ചുള സസ്യശാസ്ത്രപരമായി എന്താണ്? അണ്ഡാശയ ഭിത്തി, വിത്തു കവചം, ദളവിതളങ്ങൾ, ഭ്രൂണസഞ്ചി. ഇതില് ദളവിതളങ്ങളാണ്, അതായത് പെരിയാന്ത്. ഇപ്പൊ NCERT-യുടെ മലയാളം ബുക്കുണ്ടല്ലോ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ അതില് പെരിയാന്ത് എന്ന് തന്നെയാണ് ഉദ്ധരിക്കുക. പക്ഷെ മലയാളത്തിൽ കണ്ടോ ഇങ്ങനെ ചോദിക്കും. ഇപ്പൊ ചക്ക, ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു സഞ്ചിത ഫലം, അതായത് മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണ്.
മൾട്ടിപ്പിൾ ഫ്രൂട്ടിലെ വിഭാഗത്തില് സോറോസിസ് എന്ന ഇനമാണ്. സോറോസിസ് അത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഒരു പ്രധാനമായിട്ടും സോറോസിസ്, സൈക്കണസ്, ഫൈക്കസ് ഒക്കെ വരുന്നത്. അതൊക്കെ ചോദിക്കാം, എല്ലാം ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സിമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നോട്ട്സിൽ പ്രത്യേക ഒരു ടേബിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ചില ഇന്ത്യൻ ഫലങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഇപ്പൊ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പൊ സീതപ്പഴം, അത്തി, മാങ്ങ, പുറത്തിച്ചക്ക. നമ്മളെ പുറത്തിച്ചക്ക പല സ്ഥലങ്ങളിലും പല പേര് പറയും. അത് പൈനാപ്പിൾ, ലിച്ചി, അതായത് എല്ലാം കൊടുത്തു 25 പേരുണ്ട്. അതിലുള്ളതേ ചോദിക്കുള്ളൂ തന്നെ. അപ്പൊ ഇവിടെ സോറോസിസ്, ചക്കച്ചുള, ചക്കയുടെ ദളവിതളങ്ങൾ പെരിയാന്ത് രൂപാന്തരം പ്രാപിച്ചതാണ്. അതിന് പേര് ഓർക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. സെപ്പലിനെ വിതളപുടം, ബാഹ്യതളം എന്ന് പറയും. അപ്പൊ വിതളപുടം, കൊറോള ദളപുടം. അപ്പൊ ഇതിനെന്താ പറയാ, ദളവിതളം. അപ്പൊ രണ്ടിന്റെയും പേര് അല്ലെ, ദളപുടം, അപ്പോൾ ഇത് ദളപുടം, ഇത് വിതളപുടം. ഇപ്പൊ രണ്ടും കൂടെ ചേർന്ന കാര്യം നമുക്കറിയാമല്ലോ. പെരിയാന്ത് എന്ന് പറയുമ്പോൾ എന്താണ്, കൊറോളയുമല്ല പിന്നെ സെപ്പലുമല്ല, രണ്ടിനും ഇടയ്ക്കുള്ള തരത്തിലുള്ള സ്ട്രക്ചർ ആണല്ലോ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി കുക്കുർബിറ്റേസിയെ സസ്യ കുടുംബത്തിലെ കേസരങ്ങൾ താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കുക്കുർബിറ്റേസിയിലുള്ള സിനാംബസ് ആണല്ലോ. അപ്പോൾ പക്ഷെ സിഞ്ചിനീസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ചിലത് സസ്യ കുടുംബത്തിൽ വെച്ച് തന്നെ ഇത് അങ്ങനെ ചോദിക്കാം. എന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ വെച്ച് ചോദിക്കും. അപ്പോൾ ഫെമിലിയർ ആയിട്ട് ഒരു പ്ലാന്റിൽ വരുന്ന ഫെമിലിയർ ആയിട്ടുള്ള പ്ലാന്റ് ഒരു ഫാമിലിയിൽ വരുന്ന അതും കൂടെ മനസ്സിലാക്കിയിരിക്കണം. അത് സിസ്റ്റമാറ്റിക്സ് എല്ലാം പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. കുക്കുർബിറ്റേസിയ സസ്യകുടുംബത്തിലെ കേസരങ്ങളിൽ സ്റ്റേമൻസില് ആന്തറുകളും ഫിലമെന്റുകളും ഒന്നിച്ചു ചേർന്നാണ് കാണുന്നത്. കണ്ടോ ഇവിടെ സിനാൻഡ്രസ്. ഈ സ്ഥിതിവിശേഷത്തെ സിനാൻഡ്രസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റ് കാര്യങ്ങളിലൂടെ നോക്കാം. അതായത് സിഞ്ചിനീഷ്യസ്. എന്നാൽ കമ്പോസിറ്റ് സസ്യകുടുംബത്തിലെ സസ്യങ്ങളുടെ കേസരങ്ങളില് ആന്തറുകൾ മാത്രം സംയോജിച്ചിരിക്കും. ഓക്കെ, ഇത് സിഞ്ചിനീഷ്യസ് ആണ്. എന്നാൽ ഫിലമെന്റുകൾ എന്തായാലും സ്വതന്ത്രമായിരിക്കും. അതാണ് സിഞ്ചിനീഷ്യസ്. എന്നാൽ മാൽവേസിയ നമുക്ക് ചെമ്പരത്തി എല്ലാവർക്കും അറിയാം, മോണോഡൽഫസ് അല്ലേ. ഇവിടെ എന്താണ്, ആന്തറുകൾ മാത്രം സ്വതന്ത്രമായിട്ട് കാണുന്നു. അപ്പോൾ ഫിലമെന്റുകളെല്ലാം യോജിച്ചിങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അതാണ് മോണോഡൽഫസ്. പിന്നെ ഈ പോളിയഡൽഫസ്, അത് നമുക്ക് ആവണക്ക്, ഇപ്പൊ യൂഫോർബേസിയ ഫാമിലിയിൽ വരുന്നത്. പിന്നെ അതുപോലെ റൊട്ടേസിയ ഫാമിലി വരുന്ന നാരകം. ഇതൊക്കെ ഫെമിലിയർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. തുടങ്ങിയ സസ്യങ്ങളിലെ കേസരങ്ങളില് ഫിലമെന്റുകൾ പല കൂട്ടങ്ങളായിട്ട്, അതായത് ബണ്ടിൽസ് ആയിട്ട് അല്ലെ, കൂട്ടങ്ങളായി കാണുന്നു. ഈ സ്ഥിതിയാണ് പോളി അഡൽഫസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. ജി പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാകുന്നത്, ജി പ്രോട്ടീൻ നമുക്ക് GPCRുമായിട്ടുള്ള ബന്ധപ്പെട്ട് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിനനുസരിച്ച് ചില കാര്യങ്ങൾ പറയാം. അതായത് ജി പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാകുന്നത് GTPയുമായി ബന്ധിക്കുമ്പോൾ, ATPയുമായി ബന്ധിക്കുമ്പോൾ, ഫിറമോണുകളുമായി ബന്ധിക്കുമ്പോൾ, സൈറ്റോ റിസപ്റ്ററുകളുമായി ബന്ധിക്കുമ്പോൾ. ഇത് GTPയുമായി ബന്ധിക്കുമ്പോഴാണ്. ഇത് നമ്മൾ HSST, നെറ്റ് ഇതിനെല്ലാം അങ്ങേയായിട്ട് പഠിക്കുന്ന ഒന്നാണ്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹോർമോണിന്റെ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, HSST നെറ്റ് ലെവലിലെല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ GPCR, അതായത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ, വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് മനസ്സിലാവും അതിന്റെ പ്രവർത്തനം. അത്ര ഡീറ്റെയിൽ ഒന്നും നമ്മളിവിടെ വേണ്ടെങ്കിലും ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം ഞാനൊന്ന് ഇപ്പൊ സൂചിപ്പിക്കാം. അതായത് പ്രവർത്തന രീതിയെ അനുസരിച്ച് ഹോർമോണുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഉള്ളതെന്നും മറ്റൊരെണ്ണം മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഇല്ലാത്തതെന്നും. അത് മലയാള വേർഡ് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ലക്ഷ്യകലകളിൽ, അതായത് ടാർഗറ്റ് സെൽസിൽ കാണുന്ന സ്തരബന്ധിത ഗ്രാഹികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഗ്ലൂക്കഗോൺ, എപ്പിനെഫ്രിൻ, ഇൻസുലിൻ, അത് മിക്കവാറും നോൺ സ്റ്റീറോയിഡ് ആയിട്ടുള്ള ഹോർമോൺസ്. മിക്കവാറും എന്ന് പറയുന്നത്
നോൺ സ്റ്റീറോയിഡ് ആയിട്ടുള്ള ഹോർമോണ് തൈറോക്സിൻ നോൺ സ്റ്റീറോയിഡ് ആണ്, പക്ഷേ അതിന് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ അല്ല. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ലക്ഷ്യകലകളിൽ കാണുന്ന സ്തരബന്ധിത ഗ്രാഹികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്, പിന്നെ കോശാന്തര ഗ്രാഹികളുമായിട്ട് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഉദാഹരണം സ്റ്റീറോയിഡ് ഹോർമോൺ, തൈറോയ്ഡ് ഹോർമോൺ. ഇതാണ് പറഞ്ഞത് ഈവൻ ദോ തൈറോക്സിൻ ഈസ് എ നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ, ഇറ്റ് ഹാസ് ഓൺലി ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ. അതിലേക്ക് വരാം. അപ്പോൾ ആദ്യം സ്തരബന്ധിത ഗ്രാഹികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണുകളുടെ പ്രവർത്തന രീതിയാണ്. സ്തരബന്ധിത ഗ്രാഹികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് GPCR. എല്ലാവർക്കും അറിയാമായിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? സെൽ സിഗ്നലിങ്ങുമായിട്ടൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ഹോർമോൺ പ്രവർത്തന രീതിയിൽ ഒരു തരത്തിലുള്ള സിഗ്നലിംഗ് ആണല്ലോ. സ്തരബന്ധിത ഗ്രാഹികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട GPCR. സ്തരബന്ധിത ഗ്രാഹികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണുകളായ ഗ്ലൂക്കാഗോൺ, എപ്പിനെഫ്രിൻ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതുപോലത്തെ ഏതെങ്കിലും വന്നിവിടെ ഇതാണ് GPCR. അതിൽ വന്ന് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്റെ പേരെന്താണ്? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. പേര് കേൾക്കുന്ന പോലെ തന്നെ ഇതിന്റെ പ്രവർത്തനം ആരുമായിട്ട് കപ്പിൾ ചെയ്തിട്ടാണ്? ജി പ്രോട്ടീനുമായിട്ട്. അതാ ജി പ്രോട്ടീൻ ഇതാണ്, ആൽഫ ബീറ്റ ഗാമ. ആൽഫ ബീറ്റ ഗാമ. ഇതിന്റെ പ്രത്യേകത നോക്കി, ആൽഫ യൂണിറ്റുമായിട്ട് ചേർന്ന് GDP ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി ഈ GPCR അപ്പൊ ഇവിടെ ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട്, ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച സ്ഥിതിക്ക് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ എന്താണ് GTPയുമായിട്ട് പിന്നെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ? സ്തരബന്ധി, അതായത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററുമായിട്ട് ചേർന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജി പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാകുന്നത് എങ്ങനെ? അപ്പൊ ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഇതൊക്കെ ചോദിക്കാം. അതായത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററിനെ ഇവിടെ GPCRനെ എന്താ പേര് പറയുന്നത്? ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ എന്ന് പറയും. ഇനി ഇത് ആഫ്റ്റർ ഓൾ ഒരു പ്രോട്ടീൻ ആണ്, മനസ്സിലാക്കുക. ഇതിന്റെ ഹെലിക്സ് അതായത് 7 ഹെലിക്സ് റിസപ്റ്റർ ആണ്, അല്ലെങ്കിൽ 7 പാസ് റിസപ്റ്റർ ആണ്. 7 പ്രാവശ്യം ഇതിങ്ങനെ മെംബ്രെയിനിൽ ചുറ്റുകയാണ്, മനസ്സിലാക്കുക. ഇതാണ് ടാർഗറ്റ് സെല്ലിന്റെ മെംബ്രെയിൻ. ആ മെംബ്രെയിനിൽ ഇതാ GPCR കാണുന്നു. ഇപ്പൊ GPCRൽ ഒരു ഹോർമോൺ എപ്പിനെഫ്രിൻ ബൈൻഡ് ചെയ്തു. അന്നേരം എന്ത് ചെയ്യും? GPCR സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അത് when it gets stimulated, അതുമായിട്ട് ചേർന്നിരിക്കുന്ന ജി പ്രോട്ടീനും സ്റ്റിമുലേറ്റ് ചെയ്യും. മനസ്സിലാക്കുക, ജി പ്രോട്ടീൻ ഒരു ഹെറ്ററോ ട്രൈമർ ആണ്. ട്രൈമർ അല്ലേ? ഒരു ഹെറ്ററോ ട്രൈമർ അല്ലേ? ആൽഫ ബീറ്റ ഗാമ, അതും ചോദിക്കാം. ഹെറ്ററോ ട്രൈമറാണ്. ഇനി സാധാരണ പ്രവർത്തിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഈ ജി പ്രോട്ടീൻ ഒരു 3 ഘടകങ്ങളും ചേർന്നായിരിക്കുന്നത്. കണ്ടോ? ചേർന്നല്ലേ ഇരിക്കുന്നത്? ആൽഫ ബീറ്റ ഗാമ ചേർന്നായിരിക്കുക. ചേർന്നിരിക്കുമ്പോൾ ആൽഫ യൂണിറ്റിലെ GDP ആണ് കാണുന്നത്. പക്ഷേ ഹോർമോൺ വന്ന് GPCRൽ ബൈൻഡ് ചെയ്യുമ്പോൾ അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. അന്നേരം ജി പ്രോട്ടീനും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയാമോ? ആൽഫ യൂണിറ്റുമായിട്ട് ചേർന്നിരിക്കുന്ന GDP സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ GTP. കണ്ടോ? ഈ GDP മാറിയിട്ട് GTP ആകും. അന്നേരം ആൽഫ യൂണിറ്റ് ഇതിൻ്റെയോടൊപ്പം ഇരിക്കത്തില്ല. ഈ ബീറ്റ ഗാമ യൂണിറ്റിൽ നിന്നും ഇതങ്ങ് മാറിയിട്ട് എവിടെ പോകുന്നത്? മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള അഡിനിലേറ്റ് സൈക്ലേസ് എന്ന എൻസൈമിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ അഡിനിലേറ്റ് സൈക്ലേസ് എന്ത് ചെയ്യും? ATPയിൽ നിന്ന് സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്യും. സൈക്ലിക് AMP നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദ്വിതീയ സന്ദേശവാഹകരാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. മനസ്സിലായോ? ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. അപ്പോൾ ആ സെക്കൻഡ് മെസ്സഞ്ചർ, ഇപ്പോൾ നമ്മൾ ഹോർമോണിന് ഒരു ഫസ്റ്റ് മെസ്സേജ് കൊണ്ടുവരുന്നത് ഫസ്റ്റ് മെസ്സഞ്ചർ ആണ്. ഇവിടെ ഒരു സെക്കൻഡ് മെസ്സഞ്ചർ വഴിയാണ് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ പ്രവർത്തിക്കുന്നത്. മറ്റൊരു പോയിന്റ് ആണ്, മനസ്സിലാക്കുക. അത് ശരിക്കും മറ്റു ഹോർമോണുകൾക്ക് ഏതാണ്? ഇൻട്രാസെല്ലുലാർ മറ്റേ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ അല്ലാത്ത ഏതാണ് സ്റ്റീറോയിഡ് ഹോർമോൺസ് എല്ലാം പ്രവർത്തിക്കുന്നത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ഉള്ള ഹോർമോണുകൾക്ക് സൈക്ലിക് AMP വഴിയല്ല അത് പ്രവർത്തിക്കുന്നത്. അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഇത് ATPയിൽ നിന്ന് സൈക്ലിക് AMP ഉണ്ടാകുന്നു. സൈക്ലിക് AMP എന്ത് ചെയ്യും? പ്രോട്ടീൻ കൈനേസ് A, ഇനാക്റ്റീവ് ആയിട്ടുള്ള, ഇവിടെ ഇനാക്റ്റീവ് ഒന്നും എഴുതിയിട്ടില്ല, നിറം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനാക്റ്റീവ് പ്രോട്ടീൻ കൈനേസ് എയെ ആക്റ്റീവ് പ്രോട്ടീൻ കൈനേസ് ആക്കും. അപ്പൊ ഇവിടെ എപ്പിനെഫ്രിൻ ആണെന്നിരിക്കട്ടെ, അതിന്റെ പ്രവർത്തനം എന്താണ്?
അത് എമർജൻസി ഹോർമോൺ എന്നല്ലേ പറയുന്നത്. അപ്പോൾ എമർജൻസി ഹോർമോൺ ആകുമ്പോൾ എന്താണ്, അവിടെ പെട്ടെന്ന് അവിടെ ഗ്ലൂക്കോസ് ഒക്കെ വേണം, അപ്പോൾ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ എൻ്റെ പ്രവർത്തനം അവിടെ വരുന്നു, മെറ്റബോളിസം നടക്കുന്നുണ്ട്. അപ്പോൾ ആ മെറ്റബോളിസത്തെ സഹായിക്കാനായിട്ട് സൈക്ലിക് AMP എന്ന് പറയുന്ന ദ്വിതീയ സന്ദേശവാഹകമാണ്. സിമ്പിളായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഇവിടെ എന്താ ആൻസർ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. GTP-യുമായിട്ടാണ് ചേരുന്നത്. ഇനി കോശാന്തര ഗ്രാഹികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണുകളുടെ പ്രവർത്തന രീതിയാണ്. കോശാന്തര ഗ്രാഹികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ ജീനോവുമായിട്ട് ഇടപെട്ടാണ് അതിന്റെ പ്രവർത്തനം. കണ്ടോ, സൈക്ലിക് AMP ആയിട്ടല്ല, അല്ലെങ്കിൽ സെക്കൻഡ് മെസ്സഞ്ചറുമായിട്ടല്ല. ഇവിടെ കോശാന്തര ഗ്രാഹികൾ എന്ന് പറയുമ്പോൾ ഇവിടെ മെംബ്രെയിൻ ബൗണ്ട് അല്ല. ഇതുണ്ടോ, കോശാന്തര സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന ഒരു റിസപ്റ്ററുമായിട്ടാണ് അത് ചേരുന്നത്. ഓക്കെ, എന്നിട്ട് ജീനോവുമായിട്ട് അത് പ്രവർത്തിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ, സ്റ്റീറോയ്ഡ് ഹോർമോണിനാണ് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ, പിന്നെ സ്റ്റീറോയ്ഡ് ഹോർമോൺ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ഉള്ളത്. പക്ഷേ നോൺ സ്റ്റീറോയിഡ് ആയിട്ടുള്ള ഏതിനും ഉണ്ട്, ഇതിന് തൈറോക്സിനും ഉണ്ട്. ഇനി മറ്റൊരു വ്യത്യാസം, സ്റ്റീറോയ്ഡ് ഹോർമോണും തൈറോയ്ഡ് ഹോർമോണിനും മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ഇല്ല, ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ആണുള്ളത്. പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സ്റ്റീറോയ്ഡ് ഹോർമോൺ എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസ്റ്റിലാണ് അതിന്റെ റിസപ്റ്റർ എന്ന് പറയുന്നത്, മെംബ്രെയിൻ ബൗണ്ട് അല്ല. ഓക്കെ, തൈറോക്സിനാണെങ്കിൽ സൈറ്റോപ്ലാസ്റ്റിലല്ല, ന്യൂക്ലിയസിലാണ് ഇവിടെ ഇരിക്കുന്ന റിസപ്റ്റർ. അപ്പോൾ തൈറോക്സിനാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ അകത്ത് വന്നിട്ട് സൈറ്റോപ്ലാസ്റ്റിൽ നിന്ന് വഴിഞ്ഞ് ന്യൂക്ലിയസിനകത്ത് വരും. അപ്പൊ ന്യൂക്ലിയസിനകത്ത് വരുമ്പോൾ അവിടെ ഒരു റിസപ്റ്റർ ഉണ്ട്, ആ റിസപ്റ്ററിനെ പിടിച്ചിട്ട് DNA-യുമായിട്ട് കൊടുക്കും. അപ്പൊ ഈ വ്യത്യാസം വളരെ ശ്രദ്ധിക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ചീസ് ഉത്പാദനത്തിന് ഉപയോഗിക്കുന്ന അണുജീവി, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെപ്റ്റോകോക്കസ്, ലാക്ടോബാസിലസ്, സെപ്റ്റോബാക്ടർ. ഇത് എയും ബിയും ആണല്ലോ. That's a simple question. Okay. If you like this video, please subscribe, share and like. Thank you.